ഇന്നൊരു കുഞ്ഞ് ഈവനിങ് വ്ളോഗാണ്. കുഞ്ഞെന്ന് പറഞ്ഞാൽ വളരെ കുഞ്ഞാണ്. ഉച്ചയ്ക്കായപ്പോൾ ഞാനൊന്ന് കിടന്ന് ഉറങ്ങി കേട്ടോ. ഇപ്പോൾ 2-3 ദിവസമായിട്ടുള്ള ഒരു ശീലമാണ് ഉച്ച ഉറക്കം. അല്ലെങ്കിൽ അതുണ്ടായിരുന്നില്ല. കുറച്ച് ദിവസമായിട്ടുള്ള ശീലമാണ് അത്. വേദ 12:30 ആകുമ്പോൾ എത്തും. 12 o'clock ഒക്കെ ആകുമ്പോൾ കഴിയും. എക്സാം കഴിഞ്ഞിട്ട് ഒരു 12:15 ഒക്കെ ആകുമ്പം വേദ എത്തും. പിന്നെ ചോറും കൊടുത്തിട്ട് കിടന്നൊന്ന് ചെറുതായിട്ട് ഉറങ്ങും കേട്ടോ. അപ്പോൾ ഇന്നും ഉറങ്ങി എണീറ്റ ശേഷം മുടിയെല്ലാം ഒന്ന് അഴിച്ച് കെട്ടുകയാണ്. കഴിഞ്ഞ വീഡിയോസിലൊക്കെ എൻ്റെ ഒരു ഹെയർ സ്റ്റൈല് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വീഡിയോ ഒന്ന് ചെയ്യുമോ എന്ന് ചോദിച്ച് 2-3 കമൻസ് കണ്ടായിരുന്നു. പക്ഷേ ചെയ്യാം. പക്ഷേ എനിക്ക് ആരെങ്കിലും വീഡിയോ എടുത്ത് തന്നാലേ എനിക്കത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ പെൻഡിങ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഞാൻ ഉടനെ തന്നെ അത് ചെയ്യാൻ ശ്രമിക്കാം. ചീമ എന്നെക്കാട്ടി നന്നായിട്ട് ആ ഒരു ഫിഷ് ബോൺ എന്നാണ് ആ ഒരു ഹെയർ സ്റ്റൈലിനെ മുന്നേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ എന്താണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. ചീമ നന്നായിട്ട് വേദയ്ക്ക് കെട്ടിക്കൊടുക്കും കേട്ടോ. ഞാനൊരു തട്ടിക്കൂട്ട് കെട്ടാണ് കെട്ടിയത്. പക്ഷെ ഇപ്പോൾ കെട്ടി പഠിച്ചു കേട്ടോ. എനിക്കൊരു ടീച്ചറുണ്ടായിരുന്നു, എൻ്റെ എക്കണോമിക്സ് ടീച്ചർ. ടീച്ചർ എപ്പോഴും എപ്പോൾ നോക്കിയാലും അങ്ങനെ കെട്ടിയിട്ട് വരുള്ളൂ കേട്ടോ. ഞാൻ അങ്ങനെ ആ ടീച്ചറിനെ മുടി കെട്ടി കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ വീഡിയോ എന്തായാലും ആരെങ്കിലും വീഡിയോ എടുത്ത് തരികയാണെങ്കിൽ ഞാൻ ഇട്ടേക്കാവേ. അങ്ങനെ ഓർക്കക്ഷീണം എല്ലാം കഴിഞ്ഞു, മുടിയെല്ലാം കെട്ടി മുഖമെല്ലാം കഴുകിയ ശേഷം വേദയ്ക്ക് 2 ദിവസം മുന്നേ എന്നോട് പറയാണ് ബോൺ ഷേക്ക് വേണം, ബോൺ ബിസ്ക്കറ്റ് ഇല്ലേ അതിൻ്റെ ഷേക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഷേക്ക് അടിക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ പാലിൽ കുറച്ച് ഞാൻ ഡേറ്റ്സും ബദാമും നട്ട്സും ഒക്കെ ഇട്ട് വെച്ചോട്ടോ. വേദയ്ക്ക് ഈ വക സാധനങ്ങളൊന്നും ഇഷ്ടമല്ല. നട്ട്സും ബദാമും ഡേറ്റ്സും ഒന്നും കഴിക്കില്ല. അപ്പോൾ ഷേക്കിൻ്റെ കൂടെ എങ്കിലും പോട്ടെ എന്ന് കരുതിയിട്ട് ഒന്ന് സോക്കാവാനായിട്ട് കുറച്ച് പാലേ ഉണ്ടായിരുന്നുള്ളൂ. ആ പാലിൽ ഞാൻ ആ ബോട്ടിലിൽ തന്നെ അങ്ങനെ ഇട്ട് വെച്ചിരുന്നു കേട്ടോ. എന്നിട്ട് കുറച്ച് ഐസ് ക്യൂബ്സും 2-3 ബോൺ ബിസ്ക്കറ്റും എല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് അടിച്ചെടുക്കുകയാണേ. വേദയ്ക്ക് പാലും ഇഷ്ടമല്ല കേട്ടോ. ബൂസ്റ്റൊക്കെ മുന്നേ കുടിക്കുമായിരുന്നു. ഇപ്പോൾ ബൂസ്റ്റും കുടിക്കില്ല. പിന്നെ ഇതുപോലെ ഷേക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഈ വക സാധനങ്ങൾ ഉള്ളിലേക്ക് പോകും. അല്ലെങ്കിൽ ഇതൊന്നും കഴിക്കില്ല. ചിക്കൻ്റെ ആൾ ചിക്കൻ മാത്രമേ കഴിക്കത്തുള്ളൂ വേദ. ബാക്കി ഈ വേദയുടെ വണ്ണം ഫുൾ മീൻസ് അത്രയും ഒന്ന് ഇതായിട്ടിരിക്കുന്നത് ചിക്കൻ കഴിച്ചിട്ടാണ്. അല്ലാതെ അവൾക്ക് വേറെ ഒരു വക ആഹാരവും അവൾക്ക് ഇഷ്ടമല്ല. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ചിക്കനൊന്നും ഒരു 1 വീക്കായിട്ട് ചിക്കനൊന്നും കിട്ടിയില്ല കേട്ടോ. അതിൻ്റെ ഒരു സങ്കടത്തിലാണ് വേദ. ഞാൻ മനഃപൂർവ്വം കൊടുക്കാത്തതാണ്. അല്ലെങ്കിൽ നെട്ടയത്തൊക്കെ പോയി എപ്പോഴും കിട്ടും. ഇപ്പോൾ എക്സാമൊക്കെ ആയതുകൊണ്ട് നെട്ടയത്തൊന്നും പോകുന്നില്ല, ഇവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് ചിക്കനൊക്കെ കിട്ടുന്നത് വളരെ കുറവായിട്ടുണ്ട്. ചെറിയ വിഷമം. വളരെ കുറവെന്ന് പറഞ്ഞാൽ ഒരാഴ്ച ആയിട്ടുള്ള, അല്ലെങ്കിൽ വേദ എന്നും കഴിച്ചുകൊണ്ടിരുന്നതാട്ടോ. എന്തെങ്കിലും വഴി കൂടെ വേദയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഇപ്പം അങ്ങനെ കിട്ടുന്നില്ല. അങ്ങനെ ഷേക്കെല്ലാം അടിച്ചു. പാലും നട്ട്സും ഡേറ്റ്സും, ഷുഗർ ആഡ് ചെയ്തില്ല കേട്ടോ. ഷുഗർ ഒട്ടുമില്ല. ഡേറ്റ്സിൻ്റെ മധുരവും ബിസ്ക്കറ്റിൻ്റെ മധുരവും ഒക്കെ എല്ലാം ഉണ്ടാവുമല്ലോ. അങ്ങനെ ആ ഒരു ഷേക്കിനെ വേദയ്ക്ക് അടിച്ച് ഞാൻ കൊണ്ടുവന്ന് കൊടുത്തു. ഞാനൊന്ന് ടേസ്റ്റ് പോലും നോക്കിയില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ വക സാധനങ്ങളൊക്കെ കണ്ടാൽ ഞാൻ കമന്ന് വീഴുന്നതാണ്. പക്ഷേ ഞാൻ ഒന്നും ടേസ്റ്റ് പോലും നോക്കിയില്ല. ഞാൻ നോ ഷുഗർ, നോ ഓയിലി ഫുഡ്, ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് കേട്ടോ. എങ്ങനെയും വണ്ണം കുറയ്ക്കണം എന്നുള്ളൊരു ശ്രമത്തിലാണ് ഞാൻ. മനസ്സ് വെച്ചാൽ എല്ലാ കാര്യങ്ങളും നടക്കും കേട്ടോ. 57 kg ഉണ്ടായിരുന്നു ഞാൻ. ഇന്ന് വെയിറ്റ് ചെക്ക് ചെയ്തപ്പോൾ 56 kg ആയി. അപ്പോൾ ഒന്നും മനസ്സ് വെച്ചാൽ നടക്കും, പിന്നെ അതങ്ങ് ബ്രേക്ക് ചെയ്യും കേട്ടോ. അതുകൊണ്ടാണ് ഒന്നും നടക്കാത്തത്. ഇപ്പോൾ എന്തായാലും ബ്രേക്ക് ചെയ്യാണ്ടത് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകണം എന്നുള്ളൊരു ഇതിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒട്ടും നോ ഷുഗർ. എനിക്ക് പറ്റാത്തൊരു കാര്യമാണ് ഷുഗർ അവോയ്ഡ് ചെയ്തിട്ടുള്ള, അതായത് ഈ ഷേക്ക് ജ്യൂസ് ഇതിലൊക്കെ കുടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഷുഗർ വേണം. പക്ഷേ അത് എനിക്ക് എപ്പോഴും അതൊക്കെ ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് ദിവസങ്ങളായി. ഓയിലി ഫുഡ് ഇതെല്ലാം കംപ്ലീറ്റ്ലി ഞാൻ ഒഴിവാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഐസ്ക്രീം കഴിച്ചായിരുന്നു കേട്ടോ. അന്നത്തെ വീഡിയോ കണ്ടല്ലോ. അന്ന് ഒരു ദിവസം കഴിച്ചത് തന്നെ. അല്ലാതെ മധുരമൊന്നും കഴിക്കുന്നില്ല. ഒരു മധുരവും സ്നാക്സ് ഒന്നും കഴിക്കുന്നില്ല. വീട്ടിലെ ചോറും അങ്ങനെ കഴിക്കില്ല. ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ നന്നായിട്ട് കഴിക്കുന്നത്. ഉച്ചയ്ക്ക് ശകലം കഴിച്ചു. 1 മണി 12 മണി 1 മണി ആകുമ്പോൾ ഞാൻ എൻ്റെ ഈറ്റിംഗ് വിൻഡോ ക്ലോസ് ചെയ്തിട്ട് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ഫാസ്റ്റിങ്ങിലേക്ക് പോവും. ഒരു 18 hours ഫാസ്റ്റിംഗ് ആണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ചിലപ്പോൾ വണ്ണം കുറയും. പക്ഷെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റണേ എന്നുള്ളൊരു പ്രാർത്ഥനയുള്ളൂ. അങ്ങനെ വേദയ്ക്ക് ഷേക്കെല്ലാം അടിച്ചു കൊടുത്തു. അടി പിടി കരച്ചിൽ വിളി എല്ലാം ആയി. ഒരു പഠിത്തം ഒക്കെ കഴിഞ്ഞു. നാളെ ഇംഗ്ലീഷാണ്. അതിൻ്റെ ഒരു ബഹളം എല്ലാം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് യോഗയ്ക്ക് പോകാനായിട്ട് നേരമായി. 6:30 മുതൽ 7:30 വരെയാണ് യോഗ. 1 hour ആണ്. അപ്പോൾ യോഗ ക്ലാസ്സിൻ്റെ വീഡിയോസൊന്നും ഞാൻ ഇടുന്നില്ല. സാറിനോട് ചോദിച്ചപ്പോൾ പിന്നീട് ഇടാം, ഇപ്പോൾ വേണ്ടാന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ഞാൻ ഇടുന്നില്ല. പോകുന്ന ആ സ്ഥലവും പരിസരവും ഒന്ന് കാണിച്ചു തരാം. അതുപോലെ അവിടുത്തെ യോഗ സെൻറ്ററിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം. ഇത് പേയാട് ഭജനമഠം റോഡിലാണ് ഈ ഒരു യോഗ സെൻറ്റർ ഉള്ളത്. നിറയെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ പഠിക്കാനായിട്ട്. ഒരുപാട് പേരുണ്ട്. നല്ലൊരു സാറാണ് പഠിപ്പിക്കുന്നത്. ഭയങ്കരമായിട്ട് നമുക്ക് കാണുമ്പോഴേ അറിയാമല്ലോ, നല്ല യോഗയെപ്പറ്റി നല്ല അറിവുള്ളൊരു സാറാണ് പഠിപ്പിക്കുന്നത്. എന്തായാലും ഡീറ്റെയിൽസ് ഞാൻ മെൻഷൻ ചെയ്തേക്കാം.
അങ്ങനെ ഞാൻ പോവാൻ റെഡി ആയിരിക്കുകയാണ്. ടീഷർട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ വേദ എനിക്ക് വീഡിയോ എടുത്ത് തന്നെ കേട്ടോ. പഠിച്ചുകൊണ്ടിരുന്നതാണ് എങ്കിലും ഞാനൊരു വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞപ്പോൾ വീഡിയോ എടുത്തു തന്നു. അപ്പോൾ യോഗയെ പറ്റി ഒന്നുകൂടെ പറയാം. മോർണിംഗ് ബാച്ച് ഉണ്ട്, ഈവനിങ് ബാച്ച് ഉണ്ട്. ഈവനിങ് ബാച്ച് 6:30 7:30 മീൻസ് ലേഡീസ് ഉള്ളിയാണ്. മോർണിംഗ് മിക്സഡ് ആണ്. അതും 6 to 7:15 അങ്ങനെ എന്തോ ആണ് കേട്ടോ ടൈമിങ്. അതെനിക്ക് കറക്റ്റ് അറിയത്തില്ല. സാറ്റർഡേ സൺഡേ ക്ലാസ് ഇല്ല. പക്ഷേ പോകുന്ന സമയം നന്നായിട്ടെല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തരും. സാവകാശം നമുക്ക് ധൃതിയിൽ പോയി പഠിച്ചിട്ട് വരാമെന്നും കരുതണ്ട. ഓരോ കാര്യവും പഠിച്ചത് ക്ലിയർ ചെയ്തിട്ട് അടുത്തയിലേക്ക് പോകത്തുള്ളൂ കേട്ടോ. നല്ലൊരു സാറാണ്. പേയാട് ഭജനമഠം റോഡിലാണ്. സാറിൻ്റെ വീട്ടിലാണ് ക്ലാസ് എടുക്കുന്നത്. വീടിൻ്റെ മുകളിലത്തെ ഇതിൽ ആണ് ക്ലാസ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ധൈര്യമായിട്ട് വരാം. എന്നെ വിശ്വസിച്ച് നിങ്ങൾക്ക് വരാം. ഈ ലൊക്കാലിറ്റിയിലൊക്കെ ഉള്ളവരാണെങ്കിൽ വരാം. അങ്ങനെ യോഗ ക്ലാസ്സിനെല്ലാം പോയി അവിടെ കുറേ സമയം 1 മണിക്കൂറോളം നിന്നിട്ട് നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്ന് കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു. വേറെ പരിപാടിയൊന്നുമില്ല, ഈവനിങ് ഡിന്നർ സെറ്റ് ചെയ്യാന്നുള്ളത്. പുട്ടുണ്ടായിരുന്നു. പുട്ടവിച്ചേട്ടന് പുട്ടവിച്ചു, വേദയ്ക്ക് ദോശ എല്ലാം ചുട്ടു കൊടുത്തു. എന്നിട്ട് ഞങ്ങൾ കിടക്കാനായിട്ട് വന്നു. അപ്പോൾ കുറേ തുണികൾ മടക്കാനായിട്ട് കിടക്കുന്നുണ്ട്. ആ തുണികളെല്ലാം മടക്കിക്കൊണ്ടിരിക്കുകയാണ്. വന്ന പാടെ ഞാൻ ഡിന്നർ കഴിച്ചില്ല. ഞാൻ പറഞ്ഞില്ല, ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് 12-1 മണിയാകുമ്പോൾ ഞാൻ എൻ്റെ ഫുഡ് ഉച്ചയ്ക്ക് ക്ലോസ് ചെയ്യും. പിന്നെ ഒന്നും കഴിക്കില്ല കേട്ടോ. ചായ ഒന്നും കുടിക്കത്തില്ല, കഴിക്കത്തില്ല. എന്നിട്ട് യോഗ എല്ലാം കഴിഞ്ഞ് വന്ന് ഡിന്നർ അവർക്കെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്ത ശേഷം വേദ എന്നോട് പറഞ്ഞു നമുക്ക് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇപ്പോഴത്തെ ട്രെൻഡിങ് സോങ്ങുകളെല്ലാം പ്രാക്ടീസ് ചെയ്തിട്ട് എന്നോട് പറയണം അമ്മ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അത് ഏതൊക്കെയാണെന്നൊന്ന് കളിച്ച് കാണിച്ചു തുടങ്ങി. അങ്ങനെ കളിച്ച് കാണിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഉച്ചയ്ക്ക് ശേഷം എടുത്തതായതുകൊണ്ടാണ് വളരെ കുഞ്ഞു വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.